ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രേയർ ഇന്ന് 181 ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിലേക്ക് മക്കളെ ചേർത്ത് വയ്ക്കുന്നു. ഇന്നത്തെ അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഈശ്വരകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വലിയ കൃപയാന്നറിയുവാൻ, മക്കളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ, പ്രതിസന്ധികൾ മാറുവാൻ, ജീവിത വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 127 സങ്കീർത്തനം. കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ അധ്വാനത്തെ നോക്കിക്കാണുന്ന ഒരു കർത്താവുണ്ട്. മക്കളുടെ ഓട്ടത്തെ നോക്കിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവരുടെ അനുഗ്രഹത്തിലേക്കുള്ള എല്ലാ പരിശ്രമങ്ങളെയും അവരുടെ എല്ലാ ആശങ്കകളെയും കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവ് നമ്മുടെ മക്കളുടെ കൂടെ അവരുടെ അധ്വാനത്തിൽ പങ്കുചേരാതെ ഒരു അധ്വാനവും പൂർത്തിയാകത്തില്ല, അതിന് ഫലമുണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പരിശ്രമങ്ങളിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും കർത്താവിന് വലിയ കരം നിറയുവാനും ആ കരത്തോട് ചേർന്ന് മക്കൾ പ്രവർത്തിക്കുവാനും അങ്ങനെ അനുഗ്രഹത്തിലേക്ക് വരുവാൻ പഠിക്കുമ്പോൾ ദൈവത്തെ കൂട്ടുനിർത്തി, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഒരു പ്രാർത്ഥനയോടുകൂടി മക്കൾ ആരംഭിക്കുവാൻ. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവിടെ പരീക്ഷാ ഹാളിൽ ആ എഴുതുന്ന ഉത്തരക്കടലാസിൽ കർത്താവ് എൻ്റെ അങ്ങ് കരം പിടിച്ച് എൻ്റെ കരത്തെ നയിക്കണമേ, ഉത്തരം എഴുതാൻ സഹായിക്കണമേ. ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ, ആരോഗ്യ പ്രശ്നങ്ങളിൽ രോഗക്കിടക്കി കിടക്കുമ്പോൾ ഈശോയെ നീ കടന്നു വരണമേ. എല്ലാം ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, കർത്താവ് കൂടെയില്ല എങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ കർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ പരിശ്രമങ്ങളും നടക്കട്ടെ, ആ അധ്വാനം ഫലസമൃദ്ധമാകട്ടെ, 100 മീനി വിളവുണ്ടാകട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ അധ്വാനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് നേട്ടങ്ങളെല്ലാം അവിടുത്തെ ദാനമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപാവരം ഞങ്ങളുടെ മക്കൾക്ക് ചൊരിയണമേ. അങ്ങനെ നല്ല തിരിച്ചറിവിനാൽ കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ അധ്വാനങ്ങളെല്ലാം അങ്ങയുടെ നാമത്തെ വിജയം വരിച്ച് എപ്പോഴും അവിടത്തേക്ക് സ്തുതി പാടുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.